ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ ഇപ്പോഴത്തെ ഈ മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ തുടക്കം മുതലുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പാടില്ല. ഇത് ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിട്ടാണല്ലോ 1949 വരുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആകുന്നത് 1965 നിയമപരിഷ്കരണം വഴിയാണ്. അന്ന് ബാങ്കിങ് കമ്പനികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ബാങ്കിങ് കമ്പനീസ് ആക്ടിൽ കൊണ്ടുവന്നത് 1949. അതിന്റെ സെക്ഷൻ 3 വളരെ കൗതുകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഞാൻ വായിക്കാം. ആക്ട് നോട്ട് ടു അപ്ലൈ ടു കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. Nothing in this act shall apply to a cooperative bank registered under the Cooperative Societies Act 1912 or any other law for the time being in force in any part of India relating to cooperative societies. സഹകരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സഹകരണ ബാങ്കിനും ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമല്ല എന്നുള്ളതാണ്. കാര്യം ബാങ്കിങ് കമ്പനീസ് ആക്ട് ആണ്, അത് ബാങ്കിങ് കമ്പനികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾക്ക് അത് ബാധകമല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും സെക്ഷൻ 3 അതാണ്. അത് കൗതുകകരമായ ഒരു കാര്യമാണ്. ഇപ്പോ അവിടെ കിടക്കുന്നത് 1965 1965 മാറ്റത്തോടുകൂടി ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമാക്കുകയാണ്. അതെങ്ങനെ? 4 ഭാഗങ്ങൾ ഉണ്ടായിരുന്ന ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കൂടെ ഒരു 5ാമതൊരു ഭാഗം, ഒരൊറ്റ സെക്ഷൻ മാത്രം, സെക്ഷൻ 56 കൂട്ടിച്ചേർക്കുകയാണ്. എന്നിട്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അത് ബാധകമാക്കി. ഏത് ബാധകമാക്കി? ഈ മുകളിൽ കാണുന്ന 55 ബാങ്കിങ് കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന കമ്പനികൾക്ക് എങ്ങനെയാണോ ബാധകം അതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും ബാധകമാക്കി. പൂർണ്ണമായിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? വിത്ത് മോഡിഫിക്കേഷൻ. എന്താണ് മോഡിഫിക്കേഷൻ? അതാണ് പാർട്ട് 5 വകുപ്പ് 56. അത് 1965 നിയമം 1366 മുതൽ അത് നിലവിൽ വരികയും ചെയ്യും. അപ്പൊ ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകളാണോ ഈ നിയമത്തിന്റെ പരിധിയിൽ വരൂ? അപ്പൊ സെക്ഷൻ 3യുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. കാരണം കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ വന്നു. അതിന്റെ പേരും മാറ്റി, ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ളത് മാറ്റി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് മാറ്റി. അപ്പൊ സെക്ഷൻ 3യിൽ എന്താണ് ചേർക്കേണ്ടത്? അത് ഒമിറ്റ് ചെയ്ത് കളയോ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ വേണം. പാർലമെന്റ് ചെയ്തത് എന്താണ്? പാർലമെന്റിന്റെ മുമ്പില്, സർക്കാരിന്റെ മുമ്പിൽ, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ 7 തരം സംഘങ്ങളാണ് ഇന്ത്യയിൽ ബാങ്കിങ് ആക്ടിവിറ്റി നടന്നത്. 7 തരം സംഘങ്ങൾ. അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, PACSകൾ, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന പേരിൽ PACSകളുണ്ട്, പ്രൈമറി കോഓപ്പറേറ്റീവ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്സ് ഉണ്ട്. ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ബാങ്കിങ് പ്രവർത്തനം ശിവദാസൻ നായർ സാർ പറഞ്ഞ പോലെ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്നില്ല എങ്കിൽ പോലും ബാങ്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിയമത്തിന്റെ സെക്ഷൻ 7ന്റെ വയലേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു പുറമെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളുണ്ട്. അങ്ങനെ 6 തരത്തിലുള്ള സംഘങ്ങളും സർക്കാർ ശ്രദ്ധിക്കാതെ പോയൊരു സംഘമുണ്ട്. ആ ശ്രദ്ധിക്കാതെ പോയ സംഘങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകളാണ്. അപ്പൊ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കാമോ എന്നുള്ളൊരു പ്രശ്നം 2003 വരികയാണ്. റിസർവ് ബാങ്ക് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെ ലൈസൻസ്. കേസ് ബോംബെ ഹൈക്കോടതിയിൽ ചില കേസുകൾ വന്നു, ഗുജറാത്ത് ഹൈക്കോടതിയിൽ വന്നു. റിസർവ് ബാങ്ക് ഹാസ് നോ പവർ ടു ഇഷ്യൂ ലൈസൻസ് ആർക്ക്? ടു എനി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അൺലെസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് or a district cooperative bank, that means central cooperative bank, or an urban bank, അതായത് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്ക്. ലൈസൻസ് കൊടുക്കാൻ അധികാരമില്ല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. ആ കേസ് വളരെ പ്രമാദമായ കേസായിരുന്നു. അപ്പക്സ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഗോവ ആൻഡ് മഹാരാഷ്ട്ര വേഴ്സസ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ് കേസ് കൊടുത്തത്. കാരണം എന്താ? ഗോവ
ഗോവയിലും മഹാരാഷ്ട്രയിലും 2 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘമായതുകൊണ്ട് ആ ബാങ്കിന് ലൈസൻസ് കൊടുക്കാനായിട്ട് റിസർവ് ബാങ്കിന് അധികാരമില്ല. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം എന്താ, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല. അപ്പൊ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ഡെഫിനിഷൻ വന്നാൽ മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ ലൈസൻസ്. കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു ഡെഫിനിഷൻ വേണ്ടി വന്നു. അത് മുൻപേ ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. റിസർവ് ബാങ്ക് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ അർബൻ ബാങ്ക് എന്ന് പറയുന്നതും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇതാണ് ഒരു ഏകദേശ ചിത്രം. അപ്പൊ സെക്ഷൻ 3 1965 വന്നത് എടുത്തു കളഞ്ഞതോടുകൂടി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് നിയമം ബാധകമല്ല എന്നുള്ളത് 65ഓടുകൂടി ഇല്ലാതായി തീർന്നതോടുകൂടി സെക്ഷൻ 3 കാർഷിക വായ്പാ സംഘങ്ങളുടെ പേരും ഭൂപണയ ബാങ്കുകളുടെ പേരും മറ്റ് സംഘങ്ങൾ എനി അതർ സൊസൈറ്റി ആണ് വരുന്നത്. അപ്പൊ നത്തിങ് ഇൻ ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു എ PACS, B പ്രൈമറി കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക്സ്, സി എനി അതർ സൊസൈറ്റീസ് എന്നൊരു കോമന്റ് ഇട്ട് പറയാണ് ടു ദി എക്സ്റ്റെന്റ് ഓർ മാനർ സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. പാർട്ട് 5 വല്ലതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അതെന്താണെന്ന് പറയാം. പറയുന്നുണ്ടെങ്കിൽ ആ തരത്തിൽ മറ്റു സംഘങ്ങൾക്കും ഇത് ബാധകമാണ് അല്ലെങ്കിൽ ബാധകമല്ല. ആ എക്സ്റ്റെന്റ് വരെ ബാധകമാണ്, അല്ലാതെ ബാധകമല്ല. ആർക്ക്? മറ്റ് സംഘങ്ങൾക്ക്. അപ്പൊ PACSന് ഒരു തരത്തിലും ബാധകമല്ല, പ്രൈമറി കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്കുകൾക്കും ഒരു തരത്തിലും ബാധകമല്ല, മറ്റു സംഘങ്ങൾക്ക് ബാധകമാണ്. ഈ മറ്റു സംഘങ്ങൾ എന്ന് പറയുമ്പോൾ ആരാണ്? അപ്പോ പാർട്ട് 5 ഇതിനൊക്കെ ഡെഫിനിഷൻ വേണ്ടി വന്നു. 1965 ഈ സെക്ഷൻ 3 ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വന്നപ്പോൾ, കൂട്ടിച്ചേർക്കൽ വന്നപ്പോൾ ഇതിനൊക്കെ ഡെഫിനിഷൻ വന്നു. എന്താ ഡെഫിനിഷൻ? എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ഡെഫിനിഷൻ വന്നു. എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ വന്നു. എന്താണ് പ്രൈമറി അഗ്രികൾച്ചർ? ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഡെഫിനിഷൻ വന്നു. ഇത്രയല്ലേ വേണ്ടു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഡെഫിനിഷൻ ഇല്ല. പക്ഷെ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി വെട്ടിലായി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ കൂറ്റൻ ബാങ്കുകൾ. സാരസ്വത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സിറ്റിസൺ കോപ്പറേറ്റീവ് ബാങ്ക്, ആദർശ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ നിരവധി ബാങ്കുകൾ വെള്ളത്തിലെ വീട്ടിലെ ലൈസൻസ് റദ്ദാക്കാൻ പറഞ്ഞു സുപ്രീം കോടതി RBIയോട്. അത് പത്രങ്ങളിലൊക്കെ ചിലതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, ബിസിനസ് ലൈനിൽ വന്നത് ഇങ്ങനെയാണ് വാർത്ത: സുപ്രീം കോർട്ട്, റിസർവ് ബാങ്ക് ഹാസ് നോ പവർ ടു ഇഷ്യൂ ലൈസൻസ് ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി if it is not a state cooperative bank or central cooperative bank or a primary cooperative bank. അപ്പൊ ഇതാണ് ഒരു രത്ന ചുരുക്കം. പിന്നീട് അമെന്റ്മെന്റ് വരുന്നത് 2012 അപ്പൊ 2012 അമെന്റ്മെന്റ് നമ്മളിൽ പലരും തെറ്റായിട്ട് ധരിക്കാനുണ്ടായ പ്രധാന കാരണം ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുക. അത് പരിഹരിച്ചാൽ നമ്മുടെ സഹകരണ മേഖലയിൽ ഇൻകം ടാക്സ്, സർവീസ് ടാക്സ്, GST തുടങ്ങിയ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കും. അതാണ് ഇന്നത്തെ ചർച്ചയുടെ കാതലൊരു വശം. അത് എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം ഇതാണ്. നമ്മളിപ്പോ പൊതുവെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ നമ്മൾ മടിക്കും. അതിലൊരു ചോദ്യം ഇതാണ്: PACS പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണോ? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ നമ്മൾ പലരും അടയ്ക്കും, അല്ലേ? വീണ്ടും ഓർത്തിയാം, PACS ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ആണോ? ചിലർ പറയും, വിദഗ്ധന്മാര് തന്നെ പറയും ആണ്. അപ്പുറത്ത് ചില വിദഗ്ധന്മാർ പറയും അല്ല. ഇത് ഒന്നുകൂടി ചോദിക്കാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? അതും പ്രശ്നമാണ്. ആ ചോദ്യവും പ്രശ്നമാണ്. അതിലും രണ്ടഭിപ്രായം ഉണ്ടാവും. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? ആണോ? അല്ലേ? അപ്പൊ ഒരു അവ്യക്തത അവിടെ നിൽക്കുന്നുണ്ട്. എന്തിനൊക്കെ കുറിച്ചുള്ള അവ്യക്തത? എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? എന്താണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്? എന്താണ് PACS? ഈ മൂന്നിനെയും കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന നിരവധി കേസുകൾ ATPനെ കുറിച്ചുള്ള സെക്ഷൻ 80P ഇൻകം ടാക്സ്, കേരള ഹൈക്കോടതിയിൽ നിൽക്കുന്ന നിരവധി വിധികൾ, 194N സംബന്ധിച്ച സെക്ഷൻ 194N സംബന്ധിച്ച 269 SS ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ പരിഹരിച്ചു കിട്ടും ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ.
അപ്പൊ എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറയ്ക്കും മറുപടി പറയാൻ. അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വല്ലാത്ത ആത്മബലം തന്നെ വേണം. പക്ഷെ അല്ല. കാരണം എന്താ? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒക്കെ ഡെഫിനിഷന്റെ തുടക്കം തന്നെ എന്താണ്? ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ലെങ്കിൽ തുടക്കം തന്നെ എന്താണ്? പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ PACS. അപ്പൊ PACS അല്ലാത്ത സംഘങ്ങളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പൊ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയോ? അതും PACS അല്ലാത്ത സഹകരണ സംഘങ്ങളാണ്. മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതെങ്ങനെയാണ്? അതാണ് അതിന്റെ തമാശ. വളരെ സിമ്പിൾ ആണെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫലം എന്താണെന്നുള്ളതാണ്. ഇനി മറ്റൊരു വശം ഇതിന്റെ എന്താണ്? അപ്പൊ PACSന് പഴയ പോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന വാക്ക് ഉപയോഗിക്കാം. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് തടസ്സമില്ല. ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് സംബന്ധിച്ച് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 49A അതിൽ പറയുന്നുണ്ട്. ആ നിയമം നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ട് നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം. അത് മറ്റാരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ, ക്ലിയറിങ്ങിന് അത് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊരു മറ്റൊരു വിഷയം. ഈ ബാങ്ക് എന്ന വാക്ക് ഒരാളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ രക്തബാങ്ക്, ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നവരെ ബാങ്ക് എന്ന വാക്ക് എടുത്തു കളയണം. അപ്പോ അത് അതേപോലെ നമ്മൾ പവർ ബാങ്ക് ഒക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ്. പവർ ബാങ്ക് എന്നുള്ള വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. സെക്ഷൻ 3യുടെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. ഇനി ഇതിന്റെ എഫക്റ്റ് എന്താണെന്ന് കൂടുതൽ ചർച്ച വരുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ ഒരു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കുറച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 80P അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. എല്ലാവർക്കും ഒരു തലവേദനയാണ്. പിന്നെ 194N 1 കോടി രൂപയുടെ മേലെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 2% TDS ഉറവിടത്തിൽ പിടിക്കണം. അപ്പൊ ജില്ലാ ബാങ്കുകളൊക്കെ അത് പിടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രഷറിയിൽ നിന്നുള്ള പലിശയിൽ നിന്ന് TDS പിടിക്കുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രധാനമായിട്ട് അതാണ്. പിന്നെ 20,000 മേലെ സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 269 SS സ്വീകരിച്ചാൽ 269 T അങ്ങോട്ട് കൊടുത്താൽ 2 ലക്ഷം രൂപയുടെ മേലെ ഇതല്ലാതെ വായ്പയോ ഡെപ്പോസിറ്റോ അല്ലാതെ വാങ്ങിച്ചാൽ, മറ്റൊരു വായ്പയും ഡെപ്പോസിറ്റും 269 SS 269 T ഇതല്ലാതെ വല്ലതും 2 ലക്ഷം രൂപയുടെ മേലെ, അത് 20,000 അല്ല, 2 ലക്ഷം രൂപയുടെ മേലെ വാങ്ങിച്ചാൽ, അത് ക്യാഷായിട്ട് വാങ്ങിച്ചാൽ അത്രയും സംഖ്യ പെനാൽറ്റി. അത് ഡെമോക്രസിന്റെ വാർഡ് പോലെ തലയിൽ തോന്നുന്നുണ്ട്. ഓഡിറ്റ് നടക്കുമ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റിന് പുറമെ നമ്മൾ വേറൊരു ഓഡിറ്റ് നടത്തണം. ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് 44AB സെക്ഷൻ 44AB സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിക്ഷേപകരുടെ വിവരം കൊടുക്കാത്തത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ നിക്ഷേപത്തിൽ അത്രയും സംഖ്യ തന്നെ നമുക്ക് പെനാൽറ്റി ആയിട്ട് വരുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഇപ്പോൾ നിലനിൽക്കുക. അതൊക്കെ കോടതിയിൽ കയറി ഇറങ്ങുക. ഈ 194 ബന്ധപ്പെട്ട് TDSുമായി ബന്ധപ്പെട്ട 300ഓളം കേസുകളാണ് ഒറ്റ ഇരിപ്പില് അവരവിടെ തീർത്തത്. അത് വായിച്ചു നോക്കിയപ്പോൾ തമാശ തോന്നുന്നത്, ഒരേ ജഡ്ജി, അത് അനുവദിച്ചു കൊടുത്ത ജഡ്ജി, വലവൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കേസില് ട്രഷറിയിൽ നിന്ന് TDS പിടിക്കാൻ പാടില്ല, സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുന്ന പലിശയിൽ നിന്ന് TDS പിടിക്കാൻ പാടില്ല എന്ന് വിധി എഴുതിയ അതേ ജഡ്ജി തന്നെയാണ് ഇപ്പോഴ് അതേ നിയമം വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്നും ബാങ്കിങ് ബിസിനസ് അല്ല നടന്ന് അതുകൊണ്ട് പിടിക്കണം. അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ നിൽക്കുന്നത് നമ്മൾ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങളാണോ അതോ കോപ്പറേറ്റീവ് ബാങ്കാണോ എന്നുള്ളതാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ബാങ്കിങ് പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങളും കോപ്പറേറ്റീവ് ബാങ്കും ഒന്നാണോ? അതാണ് ഇഷ്യൂ. ഒന്നാണെന്ന് വന്നു കഴിഞ്ഞാൽ 194 ഒന്നല്ല, രണ്ടാണെന്ന് വന്നു കഴിഞ്ഞാൽ 194N നമുക്ക് ബാധകമല്ല. 194A5 കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് പറയുന്നു. 194A33A കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാരിയിങ് ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നു. 80P കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാരിയിങ് ഓൺ ദി ബിസിനസ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നു. 80P4 കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നു. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ 245 ZL കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നു. നോക്കൂ, അപ്പൊ രണ്ടും ഒന്നാണോ? കോപ്പറേറ്റീവ് ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളും ഒന്നാണോ? ഒന്നല്ല. എന്തുകൊണ്ടല്ല? 80P പറയുന്നു കോപ്പറേറ്റീവ് ബാങ്ക് ആണോ? 80P ഇല്ല.
കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാരിങ് ഓൺ ബിസിനസ് ഓഫ് ബാങ്കിങ് ആണോ ATP ഉണ്ട്? അത് ATP 2 പറയുന്നു. അപ്പൊ രണ്ടാണ്. അപ്പൊ ബാങ്കിങ് ബിസിനസ് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് PACS കോപ്പറേറ്റീവ് ബാങ്കുകളല്ല. ഈ കാര്യം വളരെ വിശദമായി തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചില്ല, കോടതിയുടെ മുൻപിൽ അവതരിപ്പിച്ചില്ല. മൂലമറ്റം ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ ഇത്തരം വിധിയിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഈ വിഷയം സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി ശിവദാസ് നായർ പറഞ്ഞൊരു കാര്യമുണ്ട്, അർബൻ ബാങ്കുകളുടെ കാര്യം. അർബൻ ബാങ്കുകളുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10-60 അർബൻ ബാങ്കുകളാണ്. അത് നിയമമായി കഴിഞ്ഞു, ഓർഡിനൻസ് ആയി കഴിഞ്ഞു. ഇനി അത് പാർലമെന്റ് അത് ബില്ലാക്കി വന്നത് വരും, വരാതിരിക്കില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിലെ അർബൻ ബാങ്കുകളുടെ സാമ്പത്തിക അധപതനത്തിന്റെ കാര്യമാണത്. സാമ്പത്തിക ക്രമക്കേടുകളുടെ ഫലമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തടയാൻ കഴിയില്ല, അത് വിചാരിച്ചിട്ടും തടയാൻ കഴിയില്ല. പിന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു അവസ്ഥയും നമുക്കില്ല. അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവുമല്ല. കാരണം എന്താ, അത് വരിക തന്നെ ചെയ്തു. മാലകം കമ്മിറ്റി 2011 റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നേ ഉള്ളൂ. മാലകം കമ്മിറ്റിയും ഗാന്ധി കമ്മിറ്റിയും അർബൻ ബാങ്കുകളുടെ ലൈസൻസിങ്ങിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതേ ഉള്ളൂ. അന്ന് മാലകം, ഗാന്ധി ഇവരൊക്കെ കൃത്യമായി പറഞ്ഞത് എന്താണ്? CRAR മെയിൻറ്റെയിൻ ചെയ്യാൻ അർബൻ ബാങ്കുകൾക്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ജില്ലാ ബാങ്കുകൾക്കും പറ്റില്ല, കഴിയില്ല. 6%, 7%, 8%, 9%, കമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ 9% അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഷെയർ ലിസ്റ്റ് ചെയ്യണം, പബ്ലിക് ഇഷ്യൂ വേണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് എന്താണ്, ട്രാൻസ്ഫറേ പാടുള്ളൂ, പിന്നെ റീഫണ്ട് ഇല്ല. അത് ചെയ്യണം, അതല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ മാർഗമില്ല എന്നാണ് ആ കമ്മിറ്റികളൊക്കെ പറഞ്ഞത്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ ഒക്കെ വേണ്ട ആൾക്കാരായിരിക്കണം, ബോർഡ് ഓഫ് മാനേജ്മെന്റ് വേണം. ഇതൊക്കെ അവരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നു. അതൊന്നും നമുക്ക് തടയില്ല. അത് ആ നിയമത്തെ കുറിച്ച് നമുക്ക് തർക്കവുമില്ല. തർക്കം എന്ന് പറഞ്ഞാൽ ഇൻ ദി സെൻസ് ആ നിയമത്തിൽ അവ്യക്തതകളൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണാതെ പോകാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. 2013 വന്നിട്ടുള്ള 36 ACA ഏതെങ്കിലും ബാങ്കിങ് കമ്പനി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറെ പിരിച്ചുവിടാനേ പ്രൊവിഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മൊത്തം ബോർഡിനും പിരിച്ചുവിടാം. ഞാനിപ്പോ പെട്ടെന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൽ നിന്ന് ഇപ്പോഴത്തെ ഓർഡിനൻസിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പൊ പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ വളരെ വ്യക്തമാണെന്ന് കരുതുന്നു എനിക്ക് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഉള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് വരുമ്പോൾ പറയാമെന്ന് കരുതുകയാണ്. നിർത്തുന്നു. നന്ദി. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. വളരെ വിശദമായി തന്നെ സാറ് ഈ അമെൻമെന്റിനെ കുറിച്ച് പറഞ്ഞു. ശിവദാസൻ നായർ സാറ് മുന്നോട്ട് വെച്ച നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം ഇപ്പോൾ സാറ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് സെക്ഷൻ 3യെ പറ്റി. ശിവദാസൻ നായർ സാറ് പറഞ്ഞത് സെക്ഷൻ 3 നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ബാധകമാകും. അവർ ബാങ്കിൽ നിന്നുള്ള പദം അവരുടെ പേരിൽ നിന്ന് മാറ്റേണ്ടി വരും, ചെക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ, അതിന് നേരെ വിപരീതമായ ഒരു അഭിപ്രായമാണ് സെക്ഷൻ 3യെ കുറിച്ച് നമ്മുടെ രാധാകൃഷ്ണ സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ വിദഗ്ധ സമിതിയിലുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാം.